പ്രതികൂലത്തിൻ്റെ കാഠിന്യമേറുമ്പോൾ ചിലർ ദൂരവേ മാറിപ്പോകും. അവരുടെ പിഴവല്ല, അവർക്കതിൽ കടപ്പാൻ കഴിയുകയില്ല. 7 മടങ്ങ് അധികം കഠിനമായി കത്തിയെരിയുന്ന ബാബിലോണിലെ തീച്ചൂണയിൽ ഹനന്യാവേ, മിശായേലേ, അസര്യാവേ, നിന്റെ കൂടെ നടക്കാൻ നിന്റെ സ്നേഹിതരും സുഹൃത്തുക്കളും ആരും കാണത്തില്ല. പക്ഷേ 4മതൊരുവൻ ഇറങ്ങി വന്നു. ടു ബി വിത്ത് ഹിം, ടു ബി വിത്ത് ഹിം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വാക്യമുണ്ട്. യോസേഫ് കാരാഗ്രഹത്തിൽ കിടന്നു, ദൈവം അവനോടുകൂടെ ഇരുന്നു. ഞാൻ ആ വാക്യത്തെ ഇങ്ങനെയാണ് കാണുന്നത്. യോസേഫ് കാരാഗ്രഹത്തിൽ ഒരു കീറ്റപ്പായ്ക്കകത്ത് ഇങ്ങനെ 2 കൈയും തലയിൽ വെച്ച് ഇങ്ങനെ ചരിഞ്ഞു കിടന്നുറങ്ങുമ്പോൾ ദൈവം അരികത്ത് വന്ന് അവൻ്റെ തലയെടുത്ത് ദൈവത്തിൻ്റെ മടിയിൽ വെച്ചിട്ട് ദൈവം ഇങ്ങനെ തട്ടിക്കൊടുത്ത് അവനെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടേയിരുന്നു. യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ദൈവം അവിടെ വന്ന് നിന്ന് നോക്കി എന്നല്ല എഴുതിയിരിക്കുന്നത്, അവനോട് കൂടെ ഇരുന്നോ.